പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കവേ തന്നെ യുഎസിന്റെ സൈനിക ബലം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് അണിയറയിൽ നടക്കുന്നത്. യുഎസിന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ മാരകമായ ആക്രമണമായിരുന്നു ഇറാൻ അഴിച്ചുവിട്ടത്. യുഎസിന്റെ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമാക്കി പൂർണ്ണമായും അവയെ നശിപ്പിക്കാനും ശ്രമങ്ങൾ നടത്തി. കഴിഞ്ഞ ദിവസം ആകാശത്ത് വെച്ച് യുഎസിന്റെ F-35 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ച് ഇട്ടതായിട്ടുള്ള അവകാശവാദം നടത്തിയാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനു മുൻപും അമേരിക്കയുടെ F-35 യുദ്ധവിമാനം തകർത്തതായി തന്നെ ഇറാൻ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും F-35 ആക്രമിച്ചു എന്ന വിവരം പുറത്തു വരുന്നത്. എന്നാൽ ഈ വിവരം ഇതുവരെയും അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന്റെ ചിത്രങ്ങളടക്കം ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പൈലറ്റ് കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. സംഭവത്തിൽ യുഎസ് പ്രതികരണം നടത്തിയിട്ടില്ല. തങ്ങളുടെ പുതിയ നൂതന പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ ഇറാനിലെ ആകാശത്ത് വെച്ച് F-35 യുദ്ധവിമാനം തകർത്തതായി തന്നെ ഇപ്പോൾ IRGC അറിയിച്ചിരിക്കുകയാണ്. ആക്രമിച്ച് കടന്ന യുഎസ് യുദ്ധവിമാനം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും അവിടെ തകർന്നു വീഴുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ IRGC അവരുടെ പ്രസ്താവനയിലൂടെ പറയുന്നത്. പൈലറ്റിനെ കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. കൊല്ലപ്പെട്ടിരിക്കാനാണ് കൂടുതൽ സാധ്യതയെന്നും ഇവർ പറയുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ നേരത്തെ തന്നെ യുഎസിലെ ഒരു F-35 വിമാനം വെടിവെച്ചിട്ടതായി തന്നെ IRGC അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിനോട് യുഎസ് പ്രതികരിച്ചിരുന്നില്ല. ഇതിനിടെ 12 മണിക്കൂറിനുള്ളിൽ 2 യുഎസ് യുദ്ധവിമാനങ്ങൾ തകർന്നതായി തന്നെ ഇറാൻ അവകാശപ്പെട്ടെങ്കിലും ഈ ഒരു സംഭവമാകട്ടെ ആദ്യ സംഭവം യുഎസ് സെൻട്രൽ കമാൻഡ് തെറ്റായ അവകാശവാദമാണ് എന്ന് പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത യുഎസിന്റെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് F-35 വിമാനങ്ങൾ. അതേസമയം ഹോർമുസ് കടലിടുക്കിന് മുകളിലായി തന്നെ അമേരിക്കയുടെ 100 കണക്കിന് യുദ്ധവിമാനങ്ങളാണ് വട്ടമിട്ട് പറക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും ചെറു നീക്കമുണ്ടായാൽ പോലും അവിടെ വലിയ രീതിയിൽ ഒരു സന്നാഹം എടുത്തുകൊണ്ട് വലിയ രീതിയിൽ ആക്രമണം ഉറപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹോർമുസ് ദ്വീപ് അതിന് സമീപം യുഎസിന്റെ F-15 ജെറ്റ് ആക്രമിച്ചതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് 2 ദിവസം മുൻപും ഇറാൻ ഇത്തരമൊരു അവകാശവാദം നടത്തി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. അമേരിക്കയുടെ F-15 ഒന്ന് തൊടാൻ പോലും ഇറാന് സാധിക്കില്ല എന്നത് വലിയ ഒരു വസ്തുത നിലനിൽക്കുകയാണ് ഇത്തരമൊരു അവകാശവാദം അവർ പുറത്തുവിട്ടത്. എന്നാൽ ഇറാൻ ആകട്ടെ തെളിവ് സഹിതം പങ്കിട്ടുകൊണ്ടാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇറാന്റെ ഇന്ധന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർന്നതായി തന്നെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഹോർമുസ് ദ്വീപിൽ വെച്ചാണ് അമേരിക്കൻ യുദ്ധവിമാനം തകർന്നതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണം തുടർന്നാൽ യുദ്ധതന്ത്രം മാറ്റുമെന്ന മുന്നറിയിപ്പ് പോലും നൽകിയിരുന്നു. അതേപോലെ തന്നെ F-15 വിമാനത്തെ ആക്രമിച്ചതും ഇസ്രയേലിന്റെ ആണവ ഗവേഷണ കേന്ദ്രം ആക്രമിച്ചതും അത് എല്ലാം തന്നെ കാട്ടി വലിയ രീതിയിൽ യുദ്ധത്തിൽ തങ്ങൾക്കാണ് മേൽക്കോയ്മ എന്ന് അവകാശപ്പെടുമ്പോഴാണ് വീണ്ടും ഇത്തരം ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.